ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ 2015 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും. 2018 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രിലിംസ് എക്സാം ആണ്, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് കേന്ദ്രീകരിച്ചായിരിക്കും, റിലേറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ 22. Which instrument regulates the resistance or current in a circuit? ഒരു സർക്യൂട്ടിൽ കറണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? സയൻസ് സബ്ജക്റ്റ് അല്ലാത്തവർക്ക് കുറച്ച് പാടായിരിക്കും, പക്ഷെ ഇത് അതുപോലെ നോക്കിയിട്ട് പോയാൽ മതി. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ വോൾട്ടാ സെൽ, ബി റിയോസ്റ്റാറ്റ്, സി ജനറേറ്റർ, ഡി സോണോമീറ്റർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി റിയോസ്റ്റാറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. ദ സയൻറ്റിസ്റ്റ് ഹൂ ഫോർമുലേറ്റഡ് ജേം തിയറി ഓഫ് ഡിസീസ്. ജേം തിയറി ഓഫ് ഡിസീസ് ഫോർമുലേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്? ഓപ്ഷൻ എ ലൂയി പാസ്റ്റർ, ബി ലാമാർക്ക്, സി ഹ്യൂഗോ ഡെവ്രീസ്, ഡി ഗ്രിഗർ മെൻഡൽ. ഇതിൽ ആൻസർ വരുന്നത് ലൂയിസ് പാസ്റ്റർ ആണ് ജേം തിയറി ഓഫ് ഡിസീസ് ഫോർമുലേറ്റ് ചെയ്തത്. 24. In which atmospheric level ozone gas is seen? ഓസോൺ ഗ്യാസ് കാണുന്ന അറ്റ്മോസ്ഫിയറിക് ലെവൽ ഏതാണ്? മീസോസ്ഫിയർ, ലിത്തോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയോണോസ്ഫിയർ. ഏതിലാണ് കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഗ്യാസ് കാണുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. 25. Which is the relay center in our brain? ബ്രെയിനിലുള്ള തലച്ചോറിലുള്ള റിലേ സെൻറ്റർ ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തലാമസ്, സ്പൈനൽ കോഡ്, മെനിഞ്ചസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, തലാമസ് ആണ് ആൻസർ. റിലേ സെൻറ്റർ തലാമസ് ആണ്, ഓർത്ത് വെക്കുക. മീഥേൻ ഗ്യാസ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ദ സയൻറ്റിസ്റ്റ്. അലക്സാൻഡ്രോ വോൾട്ട, അലക്സാൻഡ്രോ ഫ്ലെമിംഗ്, ജോൺ ഡാൾട്ടൺ, തോമസ് ആൽവ എഡിസൺ. മീഥേൻ ഗ്യാസ് കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ടയാണ് മീഥേൻ ഗ്യാസ് കണ്ടുപിടിച്ചത്. 27. Which of the following units is usually used to denote the intensity of pollution? ഇൻറ്റൻസിറ്റി ഓഫ് പൊല്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മില്ലിഗ്രാം, നാനോഗ്രാം, പാർട്സ് പെർ മില്യൺ, കിലോഗ്രാം. ഏതാണ്? പാർട്സ് പെർ മില്യൺ ആണ് ഉപയോഗിക്കുന്നത്. 28. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ലിവ്സ് ഇൻ ദ റൂട്ട് ട്യൂമേഴ്സ് ഓഫ് പീ പ്ലാന്റ് ഈസ് കോൾഡ്. അതായത് പീ പ്ലാന്റ്സ് പയറുവർഗത്തിൽപ്പെട്ട ചെടികളിൽ കാണുന്ന നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. റൈസോം, റൈസോബിയം, ഈക്കോളൈ, സ്ട്രെപ്റ്റോകോക്കസ്. ആൻസർ ബി റൈസോബിയം ആണ്. ഇവരാണ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്ററാക്ഷൻ നമ്മൾ സിംബയോട്ടിക് ഇൻ്ററാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് പ്ലാന്റിന് ഈ ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്തു കൊടുക്കുന്നു, അതുപോലെ തന്നെ ബാക്ടീരിയക്ക് താമസിക്കാനുള്ളൊരു പ്ലേസും കിട്ടുന്നു. 29. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്? സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ ആ ഒരു സമയത്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 30ഉം ക്യാൻസൽ ചെയ്ത് തന്നെയാണ്. ഇതിൽ സോഡിയം ബൈകാർബണേറ്റും പൊട്ടാസ്യം ബൈകാർബണേറ്റും ഒക്കെ വരുന്നതാണ്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ അനുസരിച്ച് ഇത് ഓരോ കെമിക്കലും മാറി മാറി വരും. 30ാമത്തെ ക്വസ്റ്റ്യനിൽ റെയിൻബോ ഉണ്ടാവാൻ കാരണമായ ഫിനോമിന ചോദിക്കുന്നത്. അതിന് കറക്റ്റ് ആൻസർ റിഫ്രാക്ഷൻ ആണ്, അത് ഓപ്ഷനിലില്ല. 31ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നീതി ഇൻ നീതി ആയോഗ്? നീതിയുടെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. നാഷണൽ
ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, അതാണ് ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഐ വരുന്നത്, ടി ട്രാൻസ്ഫോമിങ് ആണ്, ഓർത്ത് വെക്കണം. 2014 നോബൽ പ്രൈസ് കിട്ടിയത് ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 2024 നോബൽ പ്രൈസ് നമ്മൾ പഠിച്ചു വെക്കണം, ഇത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇത് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആ ടൈമിൽ ചോദിച്ചാൽ അത് നമുക്ക് വിട്ടുകളയാം. ഇൻ വിച്ച് ഇയർ ഭാരത് രത്ന, ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ, വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. ഭാരത് രത്ന ഏത് വർഷം തൊട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്, ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളത് ഏത് വർഷത്തിലാണ് അറിയോ? ആൻസർ ബി 1954 ആണ് വരുന്നത്. 1954 ഭാരത് രത്ന സ്റ്റാർട്ടായത്. അടുത്തത്, ഹൂ ഈസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് ഇന്ത്യ? ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ. ആരാണ്? രാജേന്ദ്ര അർലേക്കർ, ഓർത്ത് വെക്കുക, കേരള ഗവർണർ. അടുത്തത്, ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, അതും പഠിച്ചു വെക്കണം. അത് 36 നോക്കണ്ട, 37 നോക്കാം. ഓൺ വിച്ച് ഡേ മംഗൾയാൻ വാസ് ലോഞ്ച്ഡ് ഫ്രം ശ്രീഹരിക്കോട്ട? ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മംഗൾയാൻ എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? അത് ഓർത്ത് വെക്കണം, കാരണം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റും GK കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കറണ്ട് അഫെയർസ് ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും. സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ 5 നവംബർ 2013 മംഗൾയാൻ ലോഞ്ച് ചെയ്തത്. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. നെക്സ്റ്റ്, ഹൂ ഈസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? ഗ്യാനേഷ് കുമാർ. ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അതിന് മുമ്പ് ഉണ്ടായത് ആരാണ്? ഇത് 2025 അതിന് മുമ്പ് ഉണ്ടായത് രാജീവ് കുമാർ ആണ്, ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 39. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കില. കിലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓപ്ഷൻ സി തൃശ്ശൂരാണ്. കില എന്തുമായി റിലേറ്റഡ് ആണ്? അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് കില, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കില. അത് തൃശ്ശൂരാണ്, കാരണം തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വരുന്നതും. അങ്ങനെ നമുക്ക് തൃശ്ശൂർ ഉറപ്പിക്കാം. 40. ദ ഫൈനൽ മാച്ച് ഫിഫ വേൾഡ് കപ്പ്. ഇത് 2014 ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് ഒഴിവാക്കാം. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പഴക്കം ചെന്ന മൗണ്ടൻ റേഞ്ച് ഏതാണ്? ആരവല്ലി, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ഹിമാലയാസ്. ഏതാണ്? ആൻസർ എ, ആരവല്ലിയാണ് ഉത്തരമായിട്ട് വരുന്നത്. 42. വിച്ച് റിവർ വാസ് കൺസിഡേർഡ് ആസ് സേക്രഡ് ബൈ വേദിക് ആര്യൻസ്? ഏതാണ്? സിന്ധു, ഗംഗ, സരസ്വതി, ബ്രഹ്മപുത്ര. സരസ്വതി നദിയാണ് വരുന്നത്. വേദിക് ആര്യൻസ് സേക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള നദിയാണ് സരസ്വതി. ഹു റോട്ട് ദ ഫേമസ് ബുക്ക് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരം നമ്മുടെ നാവിൻ മുമ്പിൽ ഉണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് തന്നെ പഠിക്കുന്നതാണ് ഈ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത് ആരാണെന്ന്. ദാദാഭായ് നവറോജി ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വരുന്ന ബുക്സ് പഠിച്ചു വെക്കണം. ദാദാഭായ് നവറോജി. ക്വസ്റ്റ്യൻ 44. വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി? ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, നരേന്ദ്രനാഥ് ദത്ത. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മുൽശങ്കർ ആണ്. ആരുടെ? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം. ഈ ഒറിജിനൽ നെയിംസ് പഠിക്കണം. ഇതേപോലെ ഒരു ഒറിജിനൽ നെയിംസ് 2018 ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ഇനി ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. 45. Who among the following Englishmen described the 1857 revolt was a national rising? ഈ 1857 റിവോൾട്ട് നാഷണൽ റൈസിംഗ് ആണെന്ന് പറഞ്ഞത് ആരാണ്? ഇംഗ്ലീഷ്മെൻ. അങ്ങനെ പറഞ്ഞ ഇംഗ്ലീഷ്മെൻ ബ്രിട്ടീഷുകാരൻ ആരാണ്?
ഓപ്ഷൻ സി ആണ് വരുന്നത്. ബെഞ്ചമിൻ ഡിസ്രേലി ആണ് ആൻസർ വരുന്നത്. ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. 1857 റിവോൾട്ടിന് നാഷണൽ റൈസിംഗ് എന്ന് പറയുന്നത് 1857 റിവോൾട്ട് ഓർത്ത് വെക്കണം. അവിടെ വരുന്ന ഇൻസിഡൻസ് ഒക്കെ പഠിച്ചു വെക്കണം. ഹു വാസ് ദ ചീഫ് ഓർഗനൈസർ ഓഫ് ദ ഗാദർ മൂവ്മെൻറ്റ്? ഗാദർ മൂവ്മെൻറ്റിലെ ചീഫ് ഓർഗനൈസർ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ലാല ഹർദയാൽ ആണ് ഗാദർ മൂവ്മെൻറ്റിലെ ചീഫ് ഓർഗനൈസർ. 47 ദ ഫേമസ് ചമ്പാരൻ സത്യാഗ്രഹ വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ദ ഇയർ. ചമ്പാരൻ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1917 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് 1917. Which education reform was considered as the Magna Carta of English education in India? ഏത് എഡ്യൂക്കേഷൻ റീഫോം ആണ് മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ സി വുഡ്സ് ഡിസ്പാച്ച് ആണ് എഡ്യൂക്കേഷൻ റീഫോം. മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എഡ്യൂക്കേഷൻ റീഫോം. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും, നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈമിൽ ആ ഒരു റിലേറ്റഡ് ഏരിയ കൂടി മൈൻഡിൽ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? ഇന്ത്യൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലോർഡ് റിപ്പൺ. ലോർഡ് റിപ്പൺ ആണ് ആൻസർ വരുന്നത്. ലോർഡ് റിപ്പൺ ആണ് ആൻസർ. ലോർഡ് റിപ്പൺ. 15 ഇൻ വിച്ച് ഇയർ റാഷ് ബിഹാരി ബോസ് ഓർഗനൈസ്ഡ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അറ്റ് ബാങ്കോക്ക്? ഏത് ഇയറിലാണ് റാഷ് ബിഹാരി ബോസ് ബാങ്കോക്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഓർഗനൈസ് ചെയ്തത്? ഏത് ഇയറിലാണ്? സി 1942. 1942 ഇയർ ഓർത്ത് വയ്ക്കുക. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇയറൊക്കെ. 51 ദ ഫേമസ് തിരുനെല്ലി ടെമ്പിൾ ലൈസ് ഇൻ ദ വാലി ഓഫ്? തിരുനെല്ലി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഏതിൻ്റെ വാലിയിലാണ്? ഓപ്ഷൻസ് ഏഴിമല, ബ്രഹ്മഗിരി, പുരളിമല, മലയാറ്റൂർ. ഏതാണ് ആൻസർ വരുന്നത്? എന്തായാലും തമിഴ്നാടാണല്ലോ, അപ്പോൾ ആൻസർ വരുന്നത് ബ്രഹ്മഗിരിയാണ്. ഓപ്ഷൻ ബി. 52 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ വാസ് കോൾഡ് ദ ചൂർണി ഇൻ ആൻഷ്യൻ ടൈംസ്? പുരാതന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, പെരിയാർ. ഏതാണ്? ഓപ്ഷൻ ഡി പെരിയാർ ആണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ വർക്ക് കണ്ടെയ്ൻസ് ദ ഏർലിയസ്റ്റ് റെഫറൻസ് ടു ദ ടൗൺ ഓഫ് ക്യുലോൺ? ക്യുലോണിനെ റെഫർ ചെയ്യുന്ന വർക്ക് ഏതാണ്? പഴയ വർക്ക് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന വർക്കിലാണ് ഏർലിയസ്റ്റ് റെഫറൻസ് ടു ദ ടൗൺ ഓഫ് ക്യുലോൺ. The work contains the earliest reference to the town of Quilon and the Topographia Indica Christiana. 54 Who was the leader of the first agricultural laborers strike in Kerala demanding the social and economic issue? Social and economic issue മുൻനിർത്തി കേരളത്തിൽ നടന്ന അഗ്രികൾച്ചറൽ തൊഴിലാളികളുടെ സമരം, അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ് നേതൃത്വം കൊടുത്തത്. അയ്യങ്കാളി. 55 വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് വാഗ്ബടാനന്ദ? വാഗ്ബടാനന്ദയുടെ യഥാർത്ഥ നാമം എന്താണ്? ഓപ്ഷൻ ബി കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണനാണ് വാഗ്ബടാനന്ദയുടെ
യഥാർത്ഥം ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് 2018 ചോദിച്ചത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം റിപ്പീറ്റ് അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുഞ്ഞിക്കണ്ണൻ ഓർത്ത്, കുഞ്ഞിരാമനും കുഞ്ഞിക്കണ്ണനും മാറിപ്പോകരുത്. 56 ഹൂ സ്റ്റാർട്ടഡ് പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ എ ദളിത് ലിബറേഷൻ മൂവ്മെന്റ് ഇൻ കേരള? പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ കൊണ്ടുവന്നത് ആരാണ്? സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കൊണ്ടുവന്നത്. ഇതൊക്കെ അറിയാവുന്നതായിരിക്കും, കോമൺ ആണ്, എപ്പോഴും പറഞ്ഞ് പഠിക്കുന്ന സാധനമാണ്. 57 ദ ഫേമസ് വർക്ക് മോക്ഷപ്രദീപം വാസ് റിട്ടൺ ബൈ? ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, വി.ടി. ഭട്ടത്തിരിപ്പാട്, ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എഴുതിയത്. 58 വേർ വാസ് ദ ഫേമസ് ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി സ്റ്റാർട്ടഡ് ബൈ? വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവി തുടങ്ങിയ സ്വദേശാഭിമാനം എന്ന ന്യൂസ് പേപ്പർ പത്രം എവിടെയാണ് തുടങ്ങിയത്? അഞ്ചുതെങ്ങ്. ഓപ്ഷൻ സി, അഞ്ചുതെങ്ങിലാണ് തുടങ്ങിയത്. 59 നായർ സർവീസ് സൊസൈറ്റി വാസ് ഫോംഡ് ഇൻ ദ ഇയർ? നായർ സർവീസ് സൊസൈറ്റി ഫോം ചെയ്ത വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1914, 1914 ഹൂ ഫൗണ്ടഡ് അദ്വൈത ആശ്രമം അറ്റ് ആലുവ ഇൻ 1913? 1913 ആലുവയിൽ അദ്വൈത ആശ്രമം കൊണ്ടുവന്നത് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് ആൻസർ വരുന്നത്. ശ്രീനാരായണ ഗുരു. 61 റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദ? ഏത് അമെൻമെന്റ് ആണ്? 44th അമെൻമെന്റ്. അതിൽ നിന്നാണ് റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി റിമൂവ് ചെയ്തത്. ഏതിൽ നിന്ന്? ഫണ്ടമെന്റൽ ലിസ്റ്റിൽ നിന്ന്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്ന്. ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ദ ഗവർണർ ആണ് ആൻസർ വരുന്നത്. 63 ഹു ആക്ട് ആസ് ദ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി? ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആൻസർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നെക്സ്റ്റ്, an order of court to produce a person suffering detention is called? ആൻസർ ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ് ആണ് ആൻസർ വരുന്നത്. 65 The concept of directive principle was borrowed from? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ എ ഐറിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് കടമെടുത്തത്. ഇതേപോലെ 2018 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇന്ന സാധനം ഇവിടെ നിന്നാണ് കടമെടുത്തത്. എനിക്കൊന്ന് ഏക പൗരത്വമാണ് ചോദിച്ചതെന്ന്, അത് ഓർത്ത് വെക്കുക. സതി സെൽഫ് ഇമ്മോലേഷൻ ഓഫ് വിഡോസ് വാസ് prohibited by law in Bengal in 1829 by the British governor. സതി നിർത്തലാക്കിയത് ആരാണ്? ഓപ്ഷൻ ഡി വില്യം ബെൻഡിക് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വില്യം ബെൻഡിക്. വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് ആൻ ഇൻഫർമേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് റിഗാർഡിംഗ് ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ അണ്ടർ ദ RT Act 2005? ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് 48 hours. 68 The SC/ST Prevention of Atrocities Act 1989 enforced with effect from?
ഓപ്ഷൻ എ 13th January 1990 ആണ് ആൻസർ വരുന്നത്. ഹു റോട്ട് ദ ബുക്ക് എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് വുമൺ? ബുക്ക് എഴുതിയത് ആരാണ്? എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ വുമൺ. ഓപ്ഷൻ ബി മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ് എഴുതിയത്. അടുത്തത് ഇംഗ്ലീഷ് ആണ്. 71. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ക്യാൻ ഐ ഹാവ് ഡാഷ് ഓംലെറ്റ് ആൻഡ് ഡാഷ് ആപ്പിൾ വിത്ത് മൈ ടീ? ഏതാണ് വരുന്നത്? ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓംലെറ്റ് വവ്വലാണ് ഓ എന്ന് പറയുന്നത്, അപ്പം ആൻ ചേർക്കണം. ആപ്പിൾ ഈസ് ഓൾസോ വവ്വൽ, അപ്പോൾ ആൻ ചേർക്കണം. ഓപ്ഷൻ സി ആണ് വരുന്നത്. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസസ്. ഇത് കറക്റ്റ് ചെയ്യാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ ന്യൂസ് ഒരു സിംഗുലർ ആണ്, പ്ലൂറലായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ന്യൂസിന് വരുള്ളൂ. നോ ന്യൂസ് അപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് ആറ് വരില്ല, ഈസേ വരുള്ളൂ. അപ്പോൾ നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. 73. ദ മസ്കുലൈൻ ജെൻഡർ ഓഫ് ഡക്ക്. ഡക്കിൻ്റെ മസ്കുലൈൻ ജെൻഡർ ഏതാണ്? ഓപ്ഷൻ ഡി ഡ്രേക്ക് ആണ് വരുന്നത്. ഡ്രേക്ക് ഓർത്തേക്ക്. 74. പിക്ക് ഔട്ട് ദ അഡ്ജക്റ്റീവ് ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസ്. നേഹ കംസ് ഹിയർ എവരി ഡേ. അഡ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇവിടെ ഡേനെയാണ് യൂസ് ചെയ്യുന്നത്. ഡേൻ്റെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് എവരി വരുന്നത്. അപ്പോൾ എവരി ആണ് ആൻസർ വരുന്നത്. ഡേനെ വിശേഷിപ്പിക്കുന്നതാണ് എവരി. 76. ഫിൽ ഇൻ ദ സ്യൂട്ടബിൾ കമ്പാരറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ്. ഹാവ് യു ഹേർഡ് ദ ഡാഷ് ന്യൂസ്? ഏതാണ് വരുന്നത്? ലേറ്റ് വരുമോ? ഇല്ല. ലേറ്റർ വരുമോ? ലേറ്റസ്റ്റ് ആണ് ആൻസർ വരുന്നത്. ഹാവ് യു ഹേർഡ് ദ ലേറ്റസ്റ്റ് ന്യൂസ്? ഏറ്റവും പുതിയ ന്യൂസ്. 76. ഫിൽ ഇൻ ദ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. മൈ മദർ ടോൾഡ് മീ ഡാഷ് നെവർ ക്രൈ ഡാഷ് സ്പിൽഡ് മിൽക്ക്. മൈ മദർ ടോൾഡ് മീ ടു അല്ലേ വരുക? മൈ മദർ ടോൾഡ് മീ ടു നെവർ ക്രൈ. ഓവർ സ്പിൽഡ് മിൽക്ക്. മൈ മദർ ടോൾഡ് മീ ടു നെവർ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. ഓക്കെ. 77. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ഇംഗ്ലീഷിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ആക്റ്റീവും പാസീവും മാറ്റാൻ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചസ്. അത് രണ്ടും പഠിച്ച് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് നോക്കാം. മാനേഴ്സ് റിവീൽ ട്രൂ ക്യാരക്ടർ. ഇതിനെ പാസീവായിട്ട് മാറ്റണം. ഏതാ വരുക? എ. ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽഡ് ബൈ മാനേഴ്സ്. ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽഡ് ബൈ മാനർ. അതാണ് ആൻസർ വരുന്നത്. 78. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് ഫ്രേസ് വിത്ത് വൺ വേർഡ്. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് സച്ച് ചൈൽഡിഷ് ടോക്ക് ഫ്രം എ ഗ്രോ അപ്പ് മാൻ. ഈ ചൈൽഡിഷ് ടോക്ക് എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒറ്റ വേർഡാക്കി മാറ്റണം. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഏതാണ്? പ്രാറ്റിൽ. ഓർത്ത് വെക്കുക, പ്രാറ്റിൽ എന്നതിൻ്റെ അർത്ഥം ചൈൽഡിഷ് ടോക്ക് എന്നാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഇഡിയം. ദ പോലീസ്മാൻ കെയിം ടു മൈ ഹൗസ് ആൻഡ് അക്യൂസ്ഡ് മീ ഓഫ് സ്റ്റീലിംഗ് എ നെക്ലേസ് ബട്ട് ഐ ടോൾഡ് ദം ദാറ്റ് ദേ വർ ഡാഷ്. എന്താണ് പറഞ്ഞത്? ദ പോലീസ്മാൻ കെയിം ടു മൈ ഹൗസ്, അതായത് പോലീസ്മാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, ആൻഡ് അക്യൂസ്ഡ് മീ ഓഫ് സ്റ്റീലിംഗ് എ നെക്ലേസ്. ഒരു നെക്ലേസ് മോഷ്ടിച്ചതിന് എന്നെ അക്യൂസ് ചെയ്തു. ബട്ട് ഐ ടോൾഡ് ദം ദാറ്റ് ദേ വർ ഡാഷ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എന്താണ്? ഇതിലൊരു ഫ്രേസ് സെലക്ട് ചെയ്യണം ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ബാർക്കിംഗ് അപ്പ് ദ റോങ് ടീ. ബാർക്കിംഗ് അപ്പ് ദ റോങ് ടീ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ
റോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയത്, അതായത് ഞാനല്ല എടുത്തത്, റോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരാളോടാണ് ചോദിക്കുന്നത്, അതാണ് അർത്ഥം വരുന്നത്. 18. Fill in the blank space with a suitable word. The global positioning system എന്താണ്? GPS. GPSന്റെ ഫുൾ ഫോം ഓർത്ത് വെക്കണം. Helps us to dash. എന്താണ് അർത്ഥം വരിക? suitable ആയിട്ടുള്ള navigate ആണ്, navigate. 81. Which of the following is a non-government organization? non-government organization ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ബി NRDP ആണ്, NRDP. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്തി രാജ് എന്നാണ് NRDPയുടെ ഫുൾ ഫോം. അതൊരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്തി രാജ്. ഓക്കെ, അടുത്ത് നോക്കാം. വാൽമീകി അംബേദ്കർ ആവാസ് യോജന വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് ദ. ഏതിൻ്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വാൽമീകി അംബേദ്കർ ആവാസ് യോജന കൊണ്ടുവന്നത്? ഓപ്ഷൻ എ അർബൻ സ്ലം ഡ്വെല്ലേഴ്സ്, അതാണ് ആൻസർ. അർബൻ സ്ലം ഡ്വെല്ലേഴ്സിൻ്റെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന കൊണ്ടുവന്നത്. അടുത്തത് 83. PMRY ഈസ് പ്രൈമർലി അസിസ്റ്റ് ദ. PMRY ഓപ്ഷൻ ഡി ആണ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് യൂത്ത്. 84. മൈക്രോ ക്രെഡിറ്റ്, എൻ്റർപ്രിനർഷിപ്പ് ആൻഡ് എംപവർമെൻറ്റ് ആർ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ്. ഓപ്ഷൻ ഡി കുടുംബശ്രീ ആണ് വരുന്നത്. മൈക്രോ ക്രെഡിറ്റ്, എൻ്റർപ്രിനർഷിപ്പ്, എംപവർമെൻറ്റ്. 85. സമ്പൂർണ്ണ ഗ്രാമീൺ റോസർ യോജന വാസ് ഡെഡിക്കേറ്റഡ് ടു ദ നാഷൻ ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഏത് പ്രൈം മിനിസ്റ്ററാണ് കൊണ്ടുവന്നത്? ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ് കൊണ്ടുവന്നത്. ഫുൾ ഫോം ഓഫ് MSY. MSYയുടെ ഫുൾ ഫോം മഹിളാ സമൃദ്ധി യോജന. മഹിളാ സമൃദ്ധി യോജന. ദ ടാർഗറ്റ് ഗ്രൂപ്പ് അണ്ടർ ICDS സ്കീം ഈസ്. ICDS സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന ടാർഗറ്റ് ഗ്രൂപ്പ്. ഓപ്ഷൻ സി ചിൽഡ്രൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 0 to 6 years. ചിൽഡ്രൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 0 to 6 year. 88. ഇന്ദിരാ ആവാസ് യോജന ഈസ് റിലേറ്റഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് റൂറൽ ഹൗസിംഗ്. റൂറൽ ഹൗസിംഗ്. ജവഹർ റോസ്ഗാർ യോജന വാസ് ലോഞ്ച്ഡ് ബൈ. ഓപ്ഷൻ ബി ശ്രീ രാജീവ് ഗാന്ധി. ആൻസർ രാജീവ് ഗാന്ധി. അന്ത്യോദയ അന്ന യോജന വാസ് ലോഞ്ച്ഡ് ഓൺ. അന്ത്യോദയ അന്ന യോജന ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്? December 25, 2000. 92. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ? ENIAC. ENIACിൻ്റെ ഫുൾ ഫോം എന്താണ്? ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇലക്ട്രോണിക് ന്യൂമറിക് ആണ്, ന്യൂമറിക്കൽ വരുന്നില്ല. ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ്, കമ്പ്യൂട്ടർ അല്ല കാൽക്കുലേറ്റർ ആണ്. 93 ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. 94. An IT Act 2000 which section deals with the punishment of cyber terrorism. ഏതാണ് ആൻസർ വരുന്നത്? ഏത് ഇയറാ? ഏത് ആക്റ്റാണ്? ഓപ്ഷൻ സി 66F. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി? ഓപ്ഷൻ ഡി ബൂട്ടിംഗ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ബൂട്ടിംഗ് ആണ്. പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ ഇൻ ടു ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. റാമിലേക്ക് ലോഡ് ചെയ്യുന്നതിന് ആണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ്. 96. Which technology is used in the processor of a computer to stimulate a single processor into 2 virtual processors to the operating system? ആൻസർ ഏതാ വരുന്നത്? എ ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി.
97. Which virus is treated as the first computer virus? ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ഓപ്ഷൻ സി ക്രീപ്പർ വൈറസ് ആണ്. ക്രീപ്പർ. വിച്ച് വാസ് ദ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദ ഇൻ്റർനെറ്റ്? ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഏതാണ്? അർച്ചി ആണ് ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ. വെൻ ഈസ് ദ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ സെലിബ്രേറ്റഡ്? വേൾഡ് ലിറ്ററസി ഡേ, കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എപ്പോഴാണ്? ഡിസംബർ 2 ആണ്. ഡിസംബർ 2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ഫുള്ളി സപ്പോർട്ടഡ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം? 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ സി ലിനക്സ് ആണ്. ലിനക്സ് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കണം. 1-2 ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് കൂടി ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മൈൻഡിൽ പറഞ്ഞു നോക്കുക. ആ ഒരു ഭാഗം ഓർമ്മയുണ്ടോയെന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് മറന്നു പോകും, അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷനാവും. എക്സാമിന് സംഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.